അഗ്നിയാണ് ഏറ്റവും താപഗുണമുള്ളെങ്കിൽ പോലും അഗ്നിക്ക് 3 ഗുണങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഈ ശിവൻ 5 ഗുണങ്ങളുണ്ട്. ഉവ്വ ആകാശത്തിൻ്റെതായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്ന ഒരു ഗുണം ഇതിനുണ്ട്. ഉവ്വ അതിന് വായുവിന്റെ സ്പർശ ഗുണമുണ്ട്, അഗ്നിയുടെ ദൃശ്യഗുണമുണ്ട്, ആ ജലം സമ്മാനിച്ച പാർവതി സമ്മാനിച്ച രസഗുണമുണ്ട്, ശിവൻ ഇതിൽ നിന്നെല്ലാം സ്വയം ആർജിച്ചെടുത്ത ഗന്ധഗുണമുണ്ട്. ഉവ്വ 5 ഗുണവുമുള്ള പൗരുഷമായിരിക്കുന്ന, പഞ്ചബന്ധുവായിരിക്കുന്ന, പഞ്ചബാഹുവായിരിക്കുന്ന, പഞ്ചമുഖനായിരിക്കുന്ന ഈ ഭൂമിയാണ് പരമശിവൻ എന്ന് പറയുന്നത്. മറ്റ് പഞ്ചഭൂതങ്ങൾക്ക് ഈ 5 ഗുണങ്ങളില്ല. ഇല്ല, അതെങ്ങനെ ഉണ്ടാവുക? നമ്മളുടെ ശരീരത്തിലുള്ള ആ സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറഞ്ഞ 5 ഗുണങ്ങളും ഈ കല്ല്, ഈ മണ്ണ് നമുക്ക് സമ്മാനിക്കുന്നതാകുന്നു. നമ്മളുടെ ശൈവശക്തി ഈ ശിലയാകുന്നു, ഈ ശൈവമാകുന്നു, ഈ ഭൂമിയാകുന്നു, ഈ മണ്ണാകുന്നു. ഇത് വെറും ഉവ്വ മണ്ണല്ല. ആ വെറും മണ്ണ്, വെറും കല്ല് എന്ന് പറയുന്നവൻ അതിനെക്കുറിച്ച് അറിയുന്നില്ല. ഉവ്വ നമ്മളുടെ സ്പർശം, രസം, ഗന്ധം, രൂപം, ദൃശ്യം, ശ്രവണം എന്ന് പറയുന്ന ആ ഗുണങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഈ ദ്രവ്യവിശേഷങ്ങളെ ഏകുന്ന, ദൈവവിശേഷങ്ങളെ ഏകുന്നത് ഈ ശിവനാണ്, ഭൂമിയാണ്. ഭൂമിയാണ്. ഈ ശിവനാണ്. ഇത് സാധിക്കണമെങ്കിൽ പാർവതി ലയിക്കണം. അതെ, ആ ശരീരത്തിൽ നിന്നും, ഈ ശിവത്വത്തിൽ നിന്നും ജീവൻ ജനിക്കണമെങ്കിൽ ശിവന്റെ മാറിലേക്ക് പാർവതി ചേർന്ന് നിൽക്കണം പൂർണ്ണാവസ്ഥയിൽ. ആ പൂർണ്ണയിൽ നിന്നും ജനിക്കുന്നതാണ് ലക്ഷീകരിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ലക്ഷ്മി. പാർവതി അവിടെ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഹിമവാൻ സൂര്യതാപത്താൽ ഇവിടുന്ന് സമുദ്രത്തിൽ നിന്നും ഭഗീരഥ പ്രയത്നം നടത്തി പുഷ്കരയും ഗംഗയുമായി വന്ന് പാർവതിയായിട്ട് പതിക്കണം. അതെ, ഇതിനകത്ത് ജലനാമങ്ങൾ മാത്രമാണ് സർവനാമവും എന്നറിയണം. അതാണ് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് അറിയേണ്ട കാര്യം. സർവനാമത്തിനും കാരണം നമയാകുന്നു, നമ പാർവതിയാകുന്നു. ഓം നമ ശിവായ എന്ന് പറയുന്നത് വെറുതെ. നമ എന്ന് പറയുന്നത് സർവനാമത്തിനും കാരണമാണ്. ജലമില്ലെങ്കിൽ നാമമേ ഇല്ല. സ്ഥലനാമങ്ങളെല്ലാം നമയുടെ പേരിലാണ്. നമയാണ് നാമത്തിന് കാരണം. അത്രയും വളരെ വലിയ സയൻസാണ് ഭാരതം ലോകത്തിലേക്ക് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഈ രണ്ട് ഭൂതങ്ങളെ കുറിച്ച്, അതായത് ശിവനെയും പാർവതിയെ കുറിച്ച് പറയുമ്പോൾ, ഈ ശിവനും പാർവതിയും ഇപ്പോ എനിക്ക് അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഈ പ്രവർത്തനം നടക്കണമെങ്കിൽ മറ്റ് ഭൂതങ്ങളും അതേപോലെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പറ്റുന്നില്ലല്ലോ. വായു ഇന്ദ്രഗുണമുള്ളതായിട്ട് മാറുമ്പോഴാണ് ആ ഇന്ദ്രന്റെ വ്യാപാരമാണ് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ജീവനെ ജനിപ്പിക്കുന്ന വൈഭവം. ഈ ജലത്തെ പ്രതിഷ്ഠണം ചെയ്യിക്കുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രന്റെ ബ്രദറായിരിക്കുന്ന ഈ വിഷ്ണുവാണ്, ഈ ഹരിതലോകമാണ് ഈ ഇന്ദ്രന് ഈ അയനത്തിന് സാധ്യമാക്കുന്ന രീതിയിൽ ഈ ഗുണത്തെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിയാണല്ലോ ഭഗീരഥ പ്രയത്നത്തിൽ അഗ്നിയാണല്ലോ ഇത് കൊണ്ടുപോകുന്നത്. അതെ, ഇതിനകത്ത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിമവാൻ പാർവതിയുടെ അച്ഛന്റെ സ്ഥാനത്താണ്. ഹിമവാനാണ് ഈ പാർവതിയെ പരിശുദ്ധമായിരിക്കുന്ന ജലത്തെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. മധ്യസ്ഥന്റെ അവസ്ഥയിലാണ് വൈഷ്ണവലോകം നിൽക്കുന്നത്. ശത്രുഭാവത്തിലാണ് അഗ്നി നിൽക്കുന്നത്. ഒരേ സമയം അഗ്നി ജലത്തിന്റെ ശത്രുവാണ്, പക്ഷെ ജലത്തെ ജനിപ്പിക്കുന്നത് അഗ്നിയാണ്, പുനർജനിപ്പിക്കുന്നത് അഗ്നിയാണ്. ജനന കാരണം അഗ്നി, മരണകാരണം ആകാശം. ഇതിൽ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ രസകരമായിട്ടുള്ള കുറെ വസ്തുതയുണ്ട്. സഹസ്ര പാദമുള്ളവനാണ് അഗ്നി. ആ സഹസ്ര ശീർഷത്താൽ അതിനെ തടുത്ത് ആകാശത്തിന്റെ ഗുണത്തെയും ഈ മണ്ണിൽ ചേർത്ത് വെക്കുന്ന, ആ തമോ ഗുണത്തെ ചേർത്ത് വെക്കുന്ന മഹാവൈഭവമാണ് വൈഷ്ണവം. ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും വലിയ വൈഭവമാണ് മനുഷ്യൻ. ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് മനുഷ്യൻ. അതാണ് മഹാവൈഷ്ണവ ശക്തിയുടെ ശ്രീഭാവമായിരിക്കുന്ന മോഹിനീഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ശാസ്ത്രം. സ്വന്തം ജീവന്റെ ആ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയുന്ന ആ വൈഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം. എന്തുകൊണ്ട് ഞാൻ ജനിച്ചു, എന്താണ് ഞാൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്നത്, ജീവൻ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുത എന്തെന്നുള്ള തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ അറിവ് ലോകത്തിന് സമ്മാനിച്ചത് ഭാരതത്തിന്റെ വേദശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തെ എടുത്ത്
കുഴിച്ചു മൂടിയിട്ടാണ് ഇവിടെ അന്ധവിശ്വാസികള് താണ്ഡവമാടുന്നത്. അല്ല അപ്പൊ ജീവന്റെ തുടക്കത്തെ കുറിച്ചാണല്ലോ ഇപ്പം നമ്മൾ അങ്ങ് പ്രതിപാദിച്ചത്. ഈ ഭഗീരഥ പ്രയത്നമാണല്ലോ അതിന്റെ പ്രധാന കാരണം. അതെ, ഈ വൃക്ഷലോകത്തിൽ നിന്നാണ് മത്സരിച്ച് മതിച്ച് ജന്തുലോകമാകുന്ന മത്സ്യവും, ആ മത്സ്യത്തിൽ നിന്നാണ് കൂർമ്മവും വരാഹവും നരസിംഹവും ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ വരെയുള്ളത്. സർവ്വതും ജലത്തിന്റെ മായ മാത്രമാകുന്നു. അത് ഇതിന്റെ മുഴുവൻ കാരണഭൂതനായിട്ടുള്ളത് ഈ നമ്മുടെ സൂര്യദേവനാണല്ലോ. അതെ, അതാണ് പരബ്രഹ്മം. അതായത് പഞ്ചഭൂതങ്ങൾക്ക് കാരണനാരാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് വിശ്വാമിത്ര മഹർഷി, സൂര്യഗായത്രി മന്ത്രത്തിന്റെ ഉപജ്ഞാതാവ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് ഈ പരബ്രഹ്മം, പഞ്ചഭൂതങ്ങൾക്ക് കാരണനായിരിക്കുന്ന ഈ പരബ്രഹ്മം, ജീവകാരണ ശക്തിയായിരിക്കുന്ന പരബ്രഹ്മത്തിന് കാരണമായിരിക്കുന്ന ആ നിർഗുണ ബ്രഹ്മം, അത് അപരബ്രഹ്മമാണെന്ന് കണ്ടുപിടിച്ചത്. സൂര്യൻ അപരബ്രഹ്മത്തിന് പ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞ ആളാണ് ഈ ശ്രീരാമചന്ദ്രൻ. അതെ, പരബ്രഹ്മം സൂര്യനാണ്, അപരബ്രഹ്മം സൂര്യൻ പ്രദക്ഷിണം ചെയ്യുന്നത് അപരബ്രഹ്മത്തെയാണ്. അത് ഡാർക്ക് എനർജിയാണ്. അതാണ് നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നത്. വേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിർഗുണ ബ്രഹ്മത്തിന്, അതായത് ഈ ബ്രഹ്മരക്ഷസിന്, ബ്രഹ്മത്തിന് ഒരു ആഭരണം, ഒരു വിക്ഷേപണം, അത് ചിതറൽ, അതിൽ നിന്നും ആകാശം, ആകാശത്തിൽ നിന്നും വായു, വായുവിന്റെ സമ്മർദ്ദത്താൽ അഗ്നി, അഗ്നിയിൽ നിന്നും ജലം, ജലത്തിൽ നിന്നും മണ്ണ്, മണ്ണിൽ നിന്നും ദിവ കാരണമായിട്ട് ജൈവം, ജീവൻ, ജീവാത്മാവ് ആദ്യം ജനിക്കുന്നു. ജീവാത്മാവ് പ്ലാന്റ് ആണ്, സസ്യലോകമാണ്. ജീവാത്മാവിൽ നിന്നും പരമാത്മാവ്. നമ്മളുടെ തലത്തിൽ നിന്നും ഏഴാമത്തെ തലമാണ് ആകാശം. അതായത് നമ്മൾ പരമാത്മ ചൈതന്യമാണ്. പരമാത്മ ചൈതന്യത്തിൽ നിന്നും അടുത്ത തലം, നമ്മളുടെ തൊട്ടു മുകളിലുള്ള തലം ജീവാത്മതലം. ജീവാത്മാവ് സസ്യലോകമാണ്. അതിന്റെ മുകളിൽ മണ്ണാണ്, അതിനു മുകളിൽ ജലമാണ്, അതിനു മുകളിൽ അഗ്നിയാണ്, അതിനു മുകളിൽ വായുവാണ്, അതിനു മുകളിൽ ഏഴാമത്തെ തലത്തിൽ ആകാശമാണ്. അതിനു മേലെയാണ് ഏകദൈവം എന്ന് പറയുന്ന ദ്രവ്യം ഏകമായിരിക്കുന്ന അവസ്ഥ. ത്രിഗുണത്തെ സ്വീകരിക്കാൻ നിർഗുണമായിരിക്കുന്ന ഏകദൈവം എന്ന് പറയുന്ന അവസ്ഥ ഏഴാം ആകാശത്തിന് മേലെയാണ്. ആദിപരാശക്തിയായിരിക്കുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്ക് മുമ്പുള്ള ആ ഏക ദ്രവ്യാവസ്ഥയെയാണ് ഏകദൈവാവസ്ഥയായിട്ട് നമ്മൾ കണ്ട് ആരാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം മൂലകാരണം അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് സൂര്യദേവനാണ്, പരബ്രഹ്മമാണ്. അല്ല, പരബ്രഹ്മത്തിന് മേലെയാണ് അപരബ്രഹ്മം. സെൻട്രൽ ബ്രഹ്മം എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ സെൻട്രലിൽ നിൽക്കുന്ന ബ്ലാക്ക് ഹോളാണ്. അതിനെയാണ് അപരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ ആ അപരബ്രഹ്മത്തിൽ നിന്നാണ് ദ്രവ്യം സഞ്ചരിക്കുന്നത്. സർവ്വ പദാർത്ഥങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് ജനിക്കുന്നവയാകുന്നു. മൂലബ്രഹ്മം അപരബ്രഹ്മമാണ്. അപരബ്രഹ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണ് പരബ്രഹ്മം. പരബ്രഹ്മത്തിൽ നിന്നും ജനിക്കുന്നതാണ് പഞ്ചഭൂതം. ഇപ്പോഴാണ് ശരിക്കും അത് മനസ്സിലായി വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു വിഷയമല്ല. അപ്പൊ ഈ മതത്തിന്റെ പേരിൽ തല്ലുപിടിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യം, ഏകദൈവം, ബഹുദൈവം, ശിവൻ, വിഷ്ണു, സരസ്വതി, ലക്ഷ്മി. ശാസ്ത്രത്തിന് മുമ്പിൽ എവിടെയാ അഭിപ്രായങ്ങൾക്ക് വിലയുള്ളത്? അഭിപ്രായങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? അറിവ് വരുമ്പോൾ തന്നെയും അറിഞ്ഞു പോകും. നിഗൂഢത എവിടെയാണുള്ളത്? നമ്മുടെ മനസ്സുകളിൽ മാത്രമാണ്. അറിവ് വരുമ്പോൾ സർവ്വ നിഗൂഢതയും മറഞ്ഞു പോകും. നമ്മളെല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാണ്, പക്ഷെ നമുക്കതിന്റെ അർത്ഥം അറിയില്ല. ഭാരതമാണ് ലോകത്തിലെ ഏറ്റവും ഈ തിയോളജി ഏറ്റവും ആദ്യം പ്രചരിപ്പിച്ചത്. പക്ഷെ ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ചൂഷണം ഉപാധിയായിട്ട് ജീവനെ നശിപ്പിക്കുന്നതിനും ജീവനെ ഹനിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി നിൽക്കുന്നു. നമ്മളുടെ ജീവിതത്തെ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും അറിവ് സപ്ലൈ ചെയ്യാതെ അറിവ് കുറഞ്ഞവരെ സൃഷ്ടിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം ഇത് വളരെ ലളിതമായി എളുപ്പമെന്ന് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമല്ല. ഞാൻ എന്റെ ചോദ്യത്തിലുണ്ടായ ഭഗീരഥ പ്രയത്നം, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഭഗീരഥ പ്രയത്നം എന്നുള്ള പേര് തന്നെ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഒരാവർത്തിയോ 9 ആവർത്തിയോ ഒന്നും അങ്ങിത് പറഞ്ഞാലോ ഒന്നും മുഴുവൻ ഗ്രഹിക്കാനുള്ള ശേഷിയൊന്നും സാമാന്യ ബുദ്ധിക്കുള്ള ആളുകൾക്കില്ല. അല്ല, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. 1 തൊട്ട് തുടങ്ങിയാൽ മതി, അപ്പൊ 9ലേക്ക് തുടങ്ങിയാൽ മനസ്സിലാവും. അതെ,
നമ്മൾ അക്ഷരങ്ങൾ എഴുതുമ്പോഴും ഈ എഴുതുമ്പോഴും അതിനു മുമ്പ് പൂജ്യം മുതൽ ഒമ്പത് അക്കങ്ങൾ പഠിക്കുമ്പോഴും എല്ലാം നമ്മൾ ഒന്നേ തൊട്ടാണ്. ആ പാഠ്യപദ്ധതിയിലൂടെ മാത്രമേ ഇത് മുഴുവൻ മനസ്സിലാവുകയുള്ളൂ. മോഹൻജി, ഞാനൊരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയാം. അതായത് വേറെ എല്ലാ വിഷയങ്ങൾ പോലെ തന്നെയാണ് തിയോളജി, ദൈവശാസ്ത്രം. അത് ആദ്യം തൊട്ട് പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്നതാണ്. മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കിയിരുന്നാൽ മനസ്സിലാകുന്ന ഒന്നല്ല. അതായത് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഒരു സയൻസ്, ഏറ്റവും ടഫായിട്ടുള്ള ഒരു സയൻസ് തന്നെയാണ്. നമ്മൾ ജീവൻ ജനിച്ചതിന് കാരണമായിരിക്കുന്ന വൈഭവം എന്താണെന്ന് നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ വസ്തുത. ഏതൊരു വിഷയവും പഠിക്കുന്ന പോലെ, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന പോലെ, കെമിസ്ട്രി പഠിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏത് വിഷയം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ പഠിച്ച്, അടിസ്ഥാനപരമായിട്ട് പഠിച്ച് എടുത്ത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ദൈവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മറ്റെല്ലാ വിഷയവും നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ദൈവം എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ പഠിക്കാതെയാണ് നമ്മൾ അഭിപ്രായങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത്. അഭിപ്രായമല്ല ദൈവം. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ മുഴുവൻ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. കണക്ക്, നമ്മള് ഗണിതശാസ്ത്രം അഭിപ്രായമാണോ? ഇല്ല, അഭിപ്രായം ഇല്ല. അഭിപ്രായം ഉണ്ടോ അവിടെ? ഇല്ല, അവിടെ അഭിപ്രായം ഇല്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, ശരി മാത്രമേ ഉള്ളൂ, തെറ്റില്ല അവിടെ. അപ്പൊ ഈ ഒരു വിഷയത്തില് ദൈവത്തിന്റെ കാര്യം പറയുമ്പോഴും അഭിപ്രായമല്ല, അറിവാണ്. പഠിച്ചാൽ മാത്രമാണ് ഇത് മനസ്സിലാവുള്ളൂ. പഠിക്കണം. ഇത് പഠിച്ചാൽ ഇത് പഠിക്കാതെ ദൈവം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയാ അതിന് എനിക്കൊന്നും പറയാനില്ല. അപ്പോ അങ്ങിപ്പോ ഇന്നിപ്പോ ദൈവശാസ്ത്രത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഇതിന്റെ ഓരോ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇതെന്റേതല്ല, ഈ കണ്ടെത്തൽ ഒന്നും എന്റേതല്ല. ഇത് ശ്രീരാമന്റെ കണ്ടെത്തലാണ്, ശ്രീരാമ സിദ്ധാന്തമാണ്. ശ്രീരാമ സിദ്ധാന്തത്തില് പ്രണവവേദയിലൂടെ അങ്ങയോട് ഞാൻ ഭഗീരഥ പ്രയത്നത്തെ കുറിച്ചാണ് ചോദിച്ചതെങ്കിലും ദൈവശാസ്ത്രത്തെ കുറിച്ചാണ് അങ്ങ് വർണ്ണിച്ചു തന്നത്. അതെ, അതിന്റെ ഒരു ഭാഗത്തെ ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഞാൻ എന്റെ ചോദ്യത്തിൽ എനിക്ക് ഉത്തരമായി കിട്ടുമ്പോൾ ദൈവശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് വരും തലമുറ മനസ്സിലാക്കേണ്ടതും. ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ് മതങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലാതെ യഥാർത്ഥ ദൈവം, പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് തൊട്ടറിയാനും കണ്ടറിയാനും, കഴിഞ്ഞ ദിവസം അങ്ങയോട് ഞാൻ ചോദിച്ചതുപോലെ കണ്ടറിയാനും തൊട്ടറിയാനും ആസ്വദിച്ചറിയാനും രസിച്ചറിയാനും രുചിച്ചറിയാനും പറ്റുന്ന ഈ പഞ്ചഭൂതങ്ങളാകുന്ന ദൈവങ്ങളെ മനസ്സിലാക്കും ഈ ഭൂതലത്തിലുള്ള സർവ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ലാണ്ടാവും. മനുഷ്യനും പരസ്പര വൈരാഗ്യങ്ങൾ ഉണ്ടാവാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ദൈവം എന്ന് പറഞ്ഞാൽ ദ്രവ്യമാകുന്നു. മാറ്ററാണ് മദറാകുന്നത്. മാറ്റർ തന്നെയാണ് മദറാകുന്നത്. ഈ ദ്രവ്യമാണ് സർവ്വതും. ദ്രവ്യശുദ്ധിയാണ് നമ്മളുടെ ദൈവശുദ്ധി എന്ന് പറയുന്നത്. ദൈവികത ജീവനെ ജനിപ്പിക്കുന്നതാകുന്നു. ആ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിന്റെ ശുദ്ധിയാണ്, ആ പരിശുദ്ധിയാണ് ഈ പ്രപഞ്ചത്തിന് ആവശ്യം, അല്ലാതെ നമ്മളുടെ അന്ധവിശ്വാസങ്ങളല്ല. വളരെ വളരെ സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് ഭഗീരഥ പ്രയത്നത്തെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ ഇത്രയും വ്യക്തമായിട്ട് ഒരു ദൈവശാസ്ത്രത്തെ കുറിച്ച് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടല്ല ചോദിച്ചത്. ഭഗീരഥ പ്രയത്നം ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ഈ സമുദ്രത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പാർവതി, ഭഗീരഥി, ആകാശഗംഗ, ഇങ്ങനെ വരുന്ന പൂർണ്ണ പുഷ്കര വരുന്ന വിവിധ ഭാവങ്ങൾ, ആകാശത്തിന്റെ ജലത്തിന്റെ വിവിധ ഭാവങ്ങളെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്കാണ് ചെന്നെത്തുക എന്നുള്ള കാര്യം എനിക്ക് ആയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ ആചാര്യന്മാര്, പ്രവാചകന്മാര്, ദേവതുല്യരായിട്ടുള്ള വ്യക്തിത്വങ്ങള്, മഹത് വ്യക്തിത്വങ്ങള് ഉണ്ടായിട്ടുള്ളത്. അത് കൃഷ്ണനായാലും രാമനായാലും യേശു ആയാലും നബി ആയാലും എല്ലാവരും ഈ ഹിമാലയത്തിന്റെ വൈഭവത്തിൽ ആർജിച്ചെടുത്ത ജ്ഞാനവൈഭവത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാ മഹാരഥന്മാരായിട്ടുള്ള മുഴുവൻ പൂർവികരെയും ഭക്തിയാ നമസ്കരിച്ചുകൊണ്ട് തന്നെ, അവരുടെ അറിവുകൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിർത്താം. കാരണം നമ്മൾ എത്രയോ ഗുരുക്കന്മാർ ചേർത്ത് വെച്ച എത്രയോ മഹത് വ്യക്തികൾ പല ദേശങ്ങളിൽ പല ഭാഷകളിൽ കോർത്തു വെച്ച നമുക്ക് വേണ്ടിയിട്ട്
നഷ്ടപ്പെടാതെ നിധി പോലെ കാത്തുവെച്ച അറിവുകളാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. ഇതൊന്നും നമ്മുടേതല്ല. ഇത് നമ്മളുടെ വരും തലമുറകൾക്കായിട്ട് നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾ സന്തോഷിക്ക് കൂടുതൽ അറിവുകൾ അങ്ങ് ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പകർന്നു നൽകാൻ അങ്ങേക്ക് സാധിക്കട്ടെ. വളരെ സന്തോഷം. തീർച്ചയായിട്ടും. നമസ്തേ.